ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പ് വൈല്, ഡു വൈല്, ഫോർ എന്നിങ്ങനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ നമുക്ക് പല ഭാഗങ്ങളിൽ പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രത്യേക കാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തിലേക്കൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഫോർ, വൈൽ ലൂപ്പ്, അതേപോലെ തന്നെ ഡു വൈൽ ലൂപ്പ്, അവിടെയൊക്കെയാണ് ഇത് നമുക്കൊരു ബ്രേക്കായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് പോയിൻ്റ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ഉപയോഗിക്കാം. അപ്പോൾ കണ്ടിന്യൂവിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കണ്ടിന്യൂ എന്ന് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കണ്ടിന്യൂ എന്നിട്ട് അറേ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലേബൽ ചേർത്ത് കൊടുക്കാം. ഈ ലേബൽ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ ആണ്. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാൻ മതി. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂ ഉപയോഗിച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് HTML വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് സാധാരണ നമ്മൾ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ചേർത്തു. ഓക്കെ, ഇതിന് ശേഷം ഞാനിവിടെ ഒരു പാരഗ്രാഫ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പി എന്നുള്ളൊരു ടാഗ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ പാരഗ്രാഫിന് നമ്മളൊരു ID നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ID ഈക്വൽ ടു ഈ പാരഗ്രാഫിൻ്റെ ID എന്ന് പറയുന്നത് പാര എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഗെറ്റ് എലമെൻറ്റ് ബൈ ID വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇവിടെ ഈ പാരഗ്രാഫ് മാത്രം മെൻഷൻ ചെയ്തത്. ഇനി ഞാനിവിടെ വന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾ അതിൻ്റെ പേര് RES എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഇതിന് നമ്മളൊരു ഡബിൾ കൊട്ടേഷന് ചേർത്ത് കൊടുത്തു. വേറെ ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ വേരിയബിളിന് A എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ 4 എന്ന് എഴുതി അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ A ഈക്വൽ ടു 1 എന്ന് ചേർത്ത് കൊടുത്തു. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് ചേർത്ത് കൊടുത്തു. അതായത് 7 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നാണ്. ഈ 7 ഓരോ തവണ ഇൻക്രിമെൻറ്റ് ഈ A എന്നുള്ളത് ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം. അപ്പോൾ നമ്മളിവിടെ വന്ന് A++ എന്നും ചേർത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അറേ ബ്രാക്കറ്റ് ഇവിടുന്ന് ഈ ലൂപ്പിംഗ് ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ ചേർത്ത് കൊടുക്കുകയാണ്. A ഈക്വൽ ടു 4. ഈ A എന്നുള്ള വാല്യൂ, അതായത് 1, 2, 3, 4, 5, 6 അങ്ങനെ 7 വരെ പോകും. ഈ A എന്നുള്ള വാല്യൂ 4ന് തുല്യമായാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് കണ്ടിന്യൂ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ RES എന്നുള്ള വേരിയബിളിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കൊടുക്കുന്ന വാല്യൂസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് RES പ്ലസ് ഈക്വൽ ടു കൊടുത്തു. അതായത് ആഡ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ദ വാല്യൂ ഓഫ് A ഈസ് എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എൻ്റെ വാല്യൂ എന്താണോ അത് നമുക്കിവിടെ വന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് പുതിയ ലൈന് വരാൻ വേണ്ടി ഞാനിവിടെ വന്ന് ബ്രേക്ക് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID വെച്ചിട്ട് ഈ പാരഗ്രാഫിലേക്ക് നമുക്ക് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഗെറ്റ് എലമെൻറ്റ് ബൈ ID കൊടുത്തു. നമുക്ക് ഏതിലേക്കാണ്? പാരഗ്രാഫ് എന്ന ഇതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് പാര എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇന്നർ HTML അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇന്നർ HTML എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു നമ്മൾ RES എന്ന വേരിയബിളിൻ്റെ ഉള്ളിലത്തെ വാല്യൂസാണ് നമ്മൾ അതിലേക്കായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിത് സേവ് ചെയ്തു. അതിനുശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പം ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ലൈവ് സെർവർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഈ രൂപത്തിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിൽ വാല്യൂ ഓഫ് A ഈസ് 1, 2, 3. ഇപ്പോൾ ഇവിടെ 4 എന്നൊരു വേരിയബിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. 4 എന്ന വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. കാരണം നമ്മൾ ഈ A എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ
4 ആയി കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിളിൻ്റെ പേര് നമ്മൾ റെയിൻബോ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻറ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പ് കോപ്പി ചെയ്തത് റെയിൻബോൻ്റെ കളർ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാനത് അതിലേക്ക് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് റെയിൻബോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറുകളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നൊരു പുതിയൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മൾ I കൊടുത്തു. അതിൻ്റെ വാല്യൂ 0 എന്നും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി വേറൊരു വേരിയബിൾ കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ പേര് RES, റിസൾട്ടിൻ്റെ ഷോർട്ട് എഴുതി. എന്നിട്ട് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വാല്യൂ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വൈൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാര്യമായിട്ട് കണ്ടിന്യൂ ഉപയോഗിക്കുന്ന ഒന്നുകിൽ വൈൽ അല്ലെങ്കിൽ ഡു വൈൽ അല്ലെങ്കിൽ ഫോറിലായിരിക്കും. അപ്പോൾ നമ്മൾ വൈൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് വൈൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് I എന്ന് പറഞ്ഞാൽ നേരത്തെ വാല്യൂ എന്താണ്, 0 ആണ്. I ലെസ് ദാൻ, എന്നിട്ട് നമ്മുടെ അറേൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുത്തു. റെയിൻബോ ഡോട്ട് ലെങ്ത്ത്, അതിലെത്ര വലിപ്പമുണ്ടോ അതാണ് നമുക്കിവിടെ കാണേണ്ടത്. ഓക്കെ, വൈൽ അതുവരെ ലൂപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അറേൻ്റെ ഉള്ളിൽ എന്തൊക്കെ കളറുകളുണ്ടോ അതിൻ്റെ എണ്ണത്തിന് അത്ര ലൂപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഈഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊരു കണ്ടീഷനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ കണ്ടീഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈഫ് ഇട്ടതിന് ശേഷം ഇവിടെ വന്ന് ഈഫ് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് റെയിൻബോ, നമ്മൾ അറേൻ്റെ പേരാണ്, അതിലെ ഓരോ ഇൻഡെക്സ് വാല്യൂ ഈക്വൽ ടു മജൻഡ ഓർ റെയിൻബോ ഈക്വൽ ടു സ്കൈ ബ്ലൂ. ഇവിടെ 2 കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഐൻ്റെ വാല്യൂ മജൻ്റെയും അതേപോലെ ഐൻ്റെ വാല്യൂ സ്കൈ ബ്ലൂ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് I എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം എന്നാണ്. ഇവിടെ 2 വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ I ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇവിടെ വന്ന് നമുക്കിവിടെ ഇത് കണ്ടിന്യൂ ചെയ്യണം, കാരണം ആ 2 കളറും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യരുത്. അപ്പോൾ അതിന് കണ്ടിന്യൂ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമ്മൾ നേരത്തെ കൊടുത്ത വേരിയബിളിൻ്റെ വാല്യൂ ഒന്നുകൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ RES എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഡബിൾ കൊട്ടേഷൻ ഇട്ടു. എന്നിട്ട് ഇവിടെ വന്ന് RES പ്ലസ് ആഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ആഡ് പ്ലസ് ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്ക് അറേൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക റെയിൻബോ. എന്നിട്ട് അതിലെ ഓരോ വാല്യൂസ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ നമ്മളിവിടെ I എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് പുതിയ ലൈന് വരാൻ നമ്മളിവിടെ വന്ന് BR ബ്രേക്ക് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് I ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂസും നമുക്ക് പ്രിൻറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ വന്ന് I++ എന്ന് ചേർത്ത് കൊടുത്തത്. I ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ വാല്യൂസും ഏതൊക്കെ വാല്യൂസാണോ അതെല്ലാം നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് അതിനുശേഷം നമുക്കിവിടെ വന്ന് ES റിസൾട്ട്, നമ്മൾ കൊടുത്ത റിസൾട്ട് എന്നുള്ള വേരിയബിളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇവിടെ എല്ലാ കളറും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരില്ല. മജൻ്റയും അതേപോലെ തന്നെ സ്കൈ ബ്ലൂവും ഒഴിവാക്കിയിട്ടുള്ള കളറായിരിക്കും നമുക്കിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. കാരണം അത് രണ്ടും ഒഴിവാകാൻ കാരണം നമ്മളിവിടെ പ്രത്യേകം ഈഫ് വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഐൻ്റെ വാല്യൂ മജൻ്റെയും അതേപോലെ റെയിൻബോ ഐൻ്റെ വാല്യൂ സ്കൈ ബ്ലൂ ആവുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ആ വാല്യൂസ് രണ്ടും സ്കിപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.